ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാ മധുരപ്രിയരുടെയും ഫേവറേറ്റാണ് ഗുലാബ് ജാമുൻ. ഇന്ന് ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ മിക്സ് കൊണ്ട് നല്ല ടേസ്റ്റി സോഫ്റ്റ് ഗുലാബ് ജാമുൻ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം. നല്ല ഉരുളൻ ഗുലാബ് ജാമുൻ നിങ്ങൾക്ക് പെർഫെക്റ്റായി വീട്ടിൽ ഈസിയായി ഉണ്ടാക്കാം. അതിനുള്ള ടിപ്സ് കൂടി പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. നല്ല സോഫ്റ്റ് ഗുലാബ് ജാമുൻ്റെ മുകളിൽ തേൻ പോലത്തെ പഞ്ചസാര സിറപ്പൊഴിച്ച് കഴിച്ചു നോക്കൂ. വായിൽ വെള്ളമൂറുന്ന ടേസ്റ്റിൽ നമ്മൾക്കിതുണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുതേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. ഇതിന് ഒരു പാക്കറ്റ് ഗുലാബ് ജാമുൻ മിക്സിൻ്റെ പാക്കറ്റാണ് എടുക്കുന്നത്. ഗുലാബ് ജാമുൻ മിക്സിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് പൗഡർ ചലടിയിലേക്കിട്ട് ഒന്ന് ചലിച്ചെടുക്കാം. കട്ട കെട്ടാതെ കുഴയ്ക്കാൻ ഇത് സഹായിക്കും. ഇങ്ങനെ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ തേച്ച് കൊടുക്കുക. കഴിയുന്നതും ഫ്രഷ് പാക്കറ്റ് യൂസ് ചെയ്യുക. വാങ്ങി കുറേ മാസം കഴിഞ്ഞാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ ഗുലാബ് ജാമുൻ കിട്ടുകയില്ല. ഗുലാബ് ജാമുൻ്റെ മിക്സ് എല്ലാം ചലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് അളന്നെടുക്കാം. 2 കപ്പ് മാവാണ് ഇതിലുള്ളത്. ഗുലാബ് ജാമുൻ മിക്സ് കുഴയ്ക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് അടികട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. 2 കപ്പ് ഗുലാബ് ജാമുൻ മിക്സിന് 3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മധുരം കുറവ് വേണ്ടവർക്ക് 2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ഒഴിച്ച് സിറപ്പ് തയ്യാറാക്കാം. പഞ്ചസാര ഉരുകി പാനി കുറച്ചുകൂടി ലൂസാവും. ഏലക്ക ഒന്ന് ചതച്ച് വയ്ക്കാം. ഏലക്കയുടെ ഫ്ലേവറിന് പകരം വാനില എസൻസോ റോസ് എസൻസോ ചേർക്കാം. പഞ്ചസാര പാനി ഒന്ന് കുറുകി ഒട്ടുന്ന പരുവമാകും. അതാണ് നമ്മൾക്ക് വേണ്ടത്. ഈ സ്റ്റേജിൽ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആകാതെ ഇരിക്കാൻ അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. സിറപ്പിൽ നാരങ്ങയുടെ ചെറിയ പുളി കൂടി വരുമ്പോൾ സ്വാദ് കുറച്ചുകൂടി മെച്ചമാകും. ഇനി ഇതിലേക്ക് നമ്മൾ ഇടിച്ചു വെച്ച ഏലക്ക തൊണ്ടോടുകൂടി 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. പഞ്ചസാര സിറപ്പ് ഒരുപാട് തണുക്കരുത്, ലേശം ചൂട് വേണം. പഞ്ചസാര സിറപ്പ് മാറ്റിവെക്കാം. ഇനി നമ്മൾക്ക് ചലിച്ച ഗുലാബ് ജാമുൻ മിക്സ് കുഴച്ചെടുക്കാം. പാലിൽ കുഴയ്ക്കാം, അല്ലെങ്കിൽ സാദാ വെള്ളത്തിലും കുഴച്ചെടുക്കാം. കൂടുതൽ നല്ലത് സാദാ വെള്ളത്തിൽ കുഴയ്ക്കുന്നതാണ്. പാല് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കുക. 2 കപ്പ് മാവിന് 3/4 കപ്പിനും താഴെ മതി പാല്. കറക്റ്റായി പറഞ്ഞാൽ 1/2 കപ്പും 1 സ്പൂണും മതി പാല്. പാല് ഒന്നിച്ച് ചേർക്കാതെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. അതുപോലെ അധികം ബലം പ്രയോഗിക്കാതെ കുഴയ്ക്കുക. ഇനി 1/2 സ്പൂൺ നെയ്യോ എണ്ണയോ പുരട്ടി കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് വയ്ക്കുക. ഇനി കയ്യിൽ നെയ്യോ എണ്ണയോ പുരട്ടി മാവിൽ നിന്നും ചെറിയ ഉരുളകളെടുത്ത് സോഫ്റ്റായി ഉരുട്ടുക. ഉരുട്ടുമ്പോൾ ഉരുളയിൽ വിള്ളലില്ലാതെ ഉരുട്ടണം. ഉരുളകൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ സൈസ് വർദ്ധിക്കും. അതുപോലെ ഷുഗർ സിറപ്പിലിടുമ്പോഴും സൈസ് വർദ്ധിക്കും. അതുകൊണ്ട് ചെറിയ ഉരുളകളായി ഉരുട്ടുന്നതാണ് നല്ലത്. അധികം ബലം പ്രയോഗിക്കാതെ നല്ലപോലെ ഉരുട്ടണം, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ വിണ്ടുപോകും. ഇപ്പോൾ എല്ലാ ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉടനെ വറുത്തെടുക്കണം. മാവ് തുറന്നു വെച്ചാൽ ഡ്രൈ ആവും, അതുകൊണ്ട് അടച്ചു വയ്ക്കുക. ഇനി ഇത് നമ്മൾക്ക് വറുത്തെടുക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക. ഇനി എണ്ണ ഓവർ ഹീറ്റ് ആകരുത്, അതുപോലെ ഒട്ടും ചൂടാവാതെയും ഉരുളകൾ ഇടരുത്. എണ്ണ ചൂടായോ എന്നറിയാൻ എണ്ണയുടെ മുകളിൽ കൈവച്ചാൽ കൈയിലേക്ക് ചൂട് അടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എണ്ണ പാകത്തിന് ചൂടായി എന്ന്. വറുക്കാനുള്ള സൗകര്യത്തിന് കുറച്ചുകൂടി വലിയ പാനിലേക്ക് എണ്ണ മാറ്റിയിട്ടുണ്ട്. ഒരു ചെറിയ ഉരുള മാവെടുത്ത് എണ്ണയിലേക്കിട്ടാൽ മാവ് എണ്ണയുടെ അടിയിൽ പോയി ഉടനെ പൊങ്ങി മുകളിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് എണ്ണയുടെ പാകം. ആദ്യം നമ്മൾക്ക് 5 എണ്ണം ഇട്ട് കൊടുക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിനും ലോവിനും ഇടയിൽ വെച്ച് പൊരിക്കണം. എണ്ണയിലിട്ടതും ഉരുളകളുടെ വലിപ്പം വർദ്ധിക്കും. ഇങ്ങനെ ഈവണായി എല്ലാ ഭാഗവും ഒരുപോലെ വേവുന്ന രീതിയിൽ ചുഴറ്റി കൊടുക്കുക. ഉരുളകൾ ഒന്നിച്ചിട്ട് വറക്കാതെ കുറേശ്ശെയായി ഇട്ട് വറക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ വറക്കണം. ഇതിനെ ഇടയ്ക്കിടെ മറച്ചിട്ട് കൊടുക്കുക. ഗുലാബ് ജാമുൻ എണ്ണയിലിട്ടതും 1 മിനിറ്റ് ഇളക്കാതെ ഇരിക്കണം. അതിനുശേഷം മാത്രം വളരെ സൂക്ഷിച്ച് മറിച്ചിടുക. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എണ്ണയ്ക്ക് പകരം നെയ്യിലും ഇത് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുമ്പോൾ കോരി വാങ്ങാം. ഇനി ഇത്
ചൂടുള്ള സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര സിറപ്പ് തണുത്തു വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചൂടാക്കുക. ഇങ്ങനെ എല്ലാ ഉരുളകളും വറുത്തെടുത്ത് ചൂടോടെ തന്നെ ചൂടായ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ച് 2 മണിക്കൂർ വയ്ക്കുക. ഗുലാബ് ജാമുനിൽ പഞ്ചസാര സിറപ്പ് ഇറങ്ങി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ ഗുലാബ് ജാമുൻ്റെ വലിപ്പവും വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ഗുലാബ് ജാമുൻ റെഡി. ഇനി ഇത് ചൂടോടെയും സെർവ് ചെയ്യാം, അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം. ഈ ഗുലാബ് ജാമുൻ ഐസ്ക്രീമിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്ന കിടിലൻ ഗുലാബ് ജാമുൻ നിങ്ങളും ഉണ്ടാക്കി നോക്കുമല്ലോ. ഗുലാബ് ജാമുൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് വെച്ച് അലങ്കരിക്കാം. തെറ്റ് പറ്റാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന ടിപ്സ് കൂടി വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രധാനമായും ഗുലാബ് ജാമുൻ എണ്ണയിലിടുമ്പോൾ ബാള് വിരിഞ്ഞു വരുന്നു എന്നായിരിക്കും കംപ്ലൈൻറ്റ്. വെള്ളത്തിൽ ഗുലാബ് ജാമുൻ്റെ മിക്സ് കുഴയ്ക്കുക, അതുപോലെ കൂടുതൽ ബലം പ്രയോഗിക്കാതെ കുഴയ്ക്കുക. പിന്നെ മാവ് ലേശം ലൂസായി കുഴയ്ക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രതിവിധി. അതുപോലെ എണ്ണയോ നെയ്യോ തടവി അധികം ബലം പ്രയോഗിക്കാതെ എന്നാൽ നല്ലപോലെ ഉരുട്ടുകയും വേണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഗുലാബ് ജാമുൻ വിള്ളൽ വീഴും. അടുത്തത് ഫ്രഷ് ഗുലാബ് ജാമുൻ മിക്സ് എടുക്കുക. പഴകിയ മാവ് എടുക്കരുത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, എണ്ണ ഓവർ ഹീറ്റ് ആകരുത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, വറുത്ത ഗുലാബ് ജാമുൻ ചൂടോടെ തന്നെ ചൂടായ സിറപ്പിൽ തന്നെ ഇട്ട് വയ്ക്കുക. അതുപോലെ ഇളക്കരുത്, പൊടിഞ്ഞു പോകും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.